പുതിയ നായകൻ ശ്രേയസ് അയ്യരുടെ കീഴിൽ കടുത്ത വെല്ലുവിളികളിലൂടെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഇപ്പോൾ കടന്നു പോകുന്നത്. തുടർച്ചയായ രണ്ടാമത്തെ പരമ്പരയും കൈവിട്ടു പോകുമെന്ന ഭീതിയിലാണ് ആരാധകരും ടീം മാനേജ്മെന്റും. ഇംഗ്ലണ്ടിനെതിരായ 5 മത്സരങ്ങളുടെ T20 പരമ്പരയിൽ നിലവിൽ 0-2 പിന്നിലായ ഇന്ത്യക്ക് ഇന്ന് നടക്കാനിരിക്കുന്ന 4ാം പോരാട്ടം അക്ഷരാർത്ഥത്തിൽ ഒരു ഡു ഓർ ഡൈ പോരാട്ടമാണ്. ശേഷിക്കുന്ന 2 മത്സരങ്ങളിലും 1 മാർജിനിൽ ജയിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് പരമ്പരയിൽ എന്തെങ്കിലും പ്രതീക്ഷ നിലനിർത്താനാകൂ. കഴിഞ്ഞ 3ാം T20 മത്സരത്തിൽ 125 റൺസിന്റെ നാണംകെട്ട തോൽവിയിലാണ് ടീം ഇന്ത്യ വഴങ്ങിയത്. സ്കോർ ബോർഡിന്റെ ഒരൊറ്റ ബാറ്റ്സ്മാന് പോലും 2 അക്കം തികയ്ക്കാനാകാത്ത വിധം തകർന്നടിഞ്ഞ ഇന്ത്യൻ 11 ആ കറുത്തോർമ്മകൾ എത്രയോ വേഗം മറന്ന് ബ്രിസ്റ്റാളിൽ പുതിയൊരു തന്ത്രത്തോടെ ഇറങ്ങേണ്ടതുണ്ട്. ഇന്ന് രാത്രി 10 മണിക്ക് ആരംഭിക്കുന്ന മത്സരത്തിൽ മുൻകാല പിഴവുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ശക്തമായ തിരിച്ചുവരവ് നടത്തിയില്ലെങ്കിൽ ഇംഗ്ലീഷ് മണ്ണിൽ മറ്റൊരു നാണംകെട്ട വൈറ്റ് വാഷ് ആയിരിക്കും ഇന്ത്യൻ ടീമിനെ കാത്തിരിക്കുക. ഈ പരാജയ ഭീതിയിൽ നിന്ന് രക്ഷപ്പെടാൻ പ്ലേയിങ് 11-ൽ വലിയ അഴിച്ചുപണികൾ അനിവാര്യമായി മാറിയിരിക്കുന്നു. പരമ്പരയ്ക്ക് മുൻപ് ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട അഭിഷേക് ശർമ്മ, വൈഭവ് സൂര്യവംശി ഓപ്പണിംഗ് സഖ്യം തികഞ്ഞ പരാജയമായി മാറിയിരിക്കുകയാണ്. പവർ പ്ലേ ഓവറുകളിൽ ടീമിന് ശക്തമായ അടിത്തറ നൽകാൻ ഈ സഖ്യത്തിന് കഴിയുന്നില്ല. രണ്ടുപേരും ഇടംകൈയന്മാരായത് ഇംഗ്ലീഷ് ബൗളർമാർക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കി. അവരുടെ കൃത്യമായ ലൈനിലും ലെങ്തിനും പന്തെറിയാൻ ഇത് സഹായിക്കുന്നു. കഴിഞ്ഞ T20 ലോകകപ്പിന്റെ തുടക്കത്തിൽ അഭിഷേകും മറ്റൊരു ഇടംകൈയനായ ഇഷാൻ കിഷനും ഓപ്പൺ ചെയ്തപ്പോഴുള്ള സമാനമായ തന്ത്രപരമായ പിഴവാണ് ടീം മാനേജ്മെന്റ് ഇവിടെ ആവർത്തിച്ചത്. അന്ന് മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീർ ഇടപെട്ടാണ് ആ തെറ്റ് തിരുത്തിയതും ടീമിനെ വിജയവഴിയിലേക്ക് നയിച്ചതും. ഈ കടുത്ത പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ വിശ്വസ്തനായ താരം സഞ്ജുവിനെ ഇന്ത്യ വീണ്ടും ഓപ്പണിംഗ് റോളിലേക്ക് തിരികെ വിളിക്കണം. സഞ്ജുവിനെ പോലൊരു അന്താരാഷ്ട്ര തലത്തിൽ പരിചയസമ്പത്തുള്ള ഒരു വലംകൈയൻ ബാറ്റ്സ്മാൻ ഓപ്പണിംഗിൽ എത്തുന്നതോടെ ഇടംകൈയൻ വലംകൈയൻ കോംബോ തിരികെ വരികയും അത് ഇംഗ്ലണ്ടിന്റെ ബൗളിംഗ് പ്ലാനുകളെ തകർക്കാൻ സഹായിക്കുകയും ചെയ്യും. നിലവിലെ ഫോമില്ലായ്മ കണക്കിലെടുത്ത് അഭിഷേക് ശർമ്മയ്ക്ക് ശേഷിക്കുന്ന 2 മത്സരങ്ങളിൽ വിശ്രമം അനുവദിക്കുന്നതാവും നല്ലത്. ഒരു സ്ഥാനം താഴേക്ക് ഇറക്കി 3ാം നമ്പറിൽ കളിപ്പിച്ചാലും അഭിഷേക് പെട്ടെന്ന് ഫോമിലേക്ക് ഉയരുമോ എന്നതും സംശയമാണ്. അതിനാൽ അദ്ദേഹത്തിന് ഒരു ബ്രേക്ക് നൽകി മാനസികമായി കരുത്ത് വീണ്ടെടുക്കാൻ അവസരമൊരുക്കുകയാണ് ടീം ചെയ്യേണ്ടതും. ബാറ്റിംഗ് നിരയ്ക്ക് കൂടുതൽ സ്ഥിരതയും കരുത്തും പകരാൻ മധ്യനിരയിലെ ബാറ്റിംഗ് പൊസിഷനുകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തേണ്ടതുമുണ്ട്. നിലവിൽ 3ാം നമ്പറിൽ ഇറങ്ങുന്ന ഇഷാൻ കിഷന് പകരം ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ തന്നെ ഈ റോളിൽ ക്രീസിലെത്തണം. 1 ഡൗൺ പൊസിഷനിൽ ഇന്നിംഗ്സ് കെട്ടിപ്പടുക്കാൻ അദ്ദേഹത്തിന് പ്രത്യേക കഴിവുണ്ട്. മുൻപ് പഞ്ചാബ് കിങ്സിൽ ഈ പൊസിഷനിൽ കളിച്ച അദ്ദേഹം തന്റെ ബാറ്റിംഗ് മികവ് തെളിയിച്ചിട്ടുള്ളതാണ്. ശ്രേയസ് 3ാമതാകുമ്പോൾ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഇഷാൻ കിഷൻ 4ാം നമ്പറിലേക്ക് ഇറങ്ങേണ്ടി വരും. മധ്യ ഓവറുകളിൽ സ്പിന്നർമാരെ ആക്രമിച്ച് കളിക്കാൻ ഇഷാൻ ഈ പൊസിഷൻ കൂടുതൽ അനുയോജ്യമായേക്കാം. കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായി വളരെ മോശം ഫോമിലുള്ള തിലക് വർമ്മയെ അടുത്ത മത്സരത്തിൽ ടീമിൽ നിന്നും ഒഴിവാക്കണം. അഭിഷേകിനെ പോലെ അദ്ദേഹത്തിനും ഇനിയുള്ള മത്സരങ്ങളിൽ വിശ്രമം നൽകാം. തിലകിന് പകരം 5ാം നമ്പറിൽ വലംകൈയൻ ബാറ്ററും ഓൾറൗണ്ടറുമായ സൂര്യാൻഷ് ഷെഡ്ഗയെ പരീക്ഷിക്കാവുന്നതാണ്. ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനം നടത്തുന്ന താരം തിലകിനേക്കാൾ മികച്ച രീതിയിൽ റൺസ് കണ്ടെത്താനും ടീമിന് 6ാമതൊരു ബൗളിംഗ് ഓപ്ഷൻ നൽകാനും കഴിയും. ബാറ്റിംഗ് തകർച്ചയ്ക്ക് പരിഹാരം കാണുന്നതിനൊപ്പം തന്നെ ബൗളിംഗ് നിരയിൽ കൃത്യമായ ബാലൻസ് നിലനിർത്താനും ടീം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 6-7 സ്ഥാനങ്ങളിൽ വിശ്വസ്തരായ ഓൾറൗണ്ടർമാർ ശിവൻ ദുബെയും അക്ഷർ പട്ടേലും തന്നെ അണിനിരക്കും. ഇവർ 2 പേരും ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഒരുപോലെ തിളങ്ങാൻ കെൽപ്പുള്ളവരാണ്. 8ാം നമ്പറിൽ ഹർഷിത് റാണ എത്തുന്നതോടെ ടീമിന്റെ ബാറ്റിംഗ് ആഴം വർദ്ധിക്കും. വാലറ്റത്ത് അതിവേഗം റൺസ് ഉയർത്താൻ ഹർഷിത്തിന് സാധിക്കും. ടീമിലെ ഏക സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി വരുൺ ചക്രവർത്തി തന്നെ തുടരുമ്പോൾ ഇംഗ്ലീഷ് സാഹചര്യങ്ങളിൽ പന്ത് സ്വിംഗ് ചെയ്യിക്കാൻ ശേഷിയുള്ള അർഷ്ദീപ് സിംഗിനെയും പ്രിൻസ് യാദവിനെയും അവസാനത്തെ 2 പേസർമാരായി ഇന്ത്യ നിലനിർത്തുകയും വേണം. ബ്രിസ്റ്റാളിലെ ചെറിയ ബൗണ്ടറികളുള്ള പിച്ചിൽ ഇംഗ്ലണ്ടിനെ വമ്പൻ അടിക്കാരെ തളയ്ക്കണമെങ്കിൽ ഈ കൃത്യമായ ലൈനപ്പ് ഇന്ത്യക്ക് അനിവാര്യമാണ്. പുതിയ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർക്കും പരിശീലകൻ ഗൗതം ഗംഭീറിനും തങ്ങളുടെ തന്ത്രങ്ങൾ പിഴവുകളില്ലാതെ നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഇന്ത്യക്ക് പരമ്പര കൈവിട്ടു പോകാതെ കാക്കാൻ കഴിയുകയുള്ളൂ.